നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, രാജ്യത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടിയ, ഭാവിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത പദവിയിൽ എത്തുമായിരുന്ന ഒരു ലഫ്റ്റനന്റ് കേണൽ പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ പെട്ടെന്നൊരു ദിവസം രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരനായി ചിത്രീകരിക്കപ്പെട്ട എന്തായിരിക്കും അവസ്ഥ? കേവലം 9 ദിവസത്തെ തിരക്കിട്ട അന്വേഷണം, സൈന്യത്തിന്റെ തലവന്മാർ പോലും അറിയാതെ ഒരു രാജ്യദ്രോഹ കേസ് ചമയ്ക്കപ്പെടുന്നു, കസ്റ്റഡിയിൽ ചോര മരവിപ്പിക്കുന്ന 3ാം മുറ പീഡനങ്ങൾ. ഒടുവിലൊരു ചോദ്യം മാത്രം അവശേഷിക്കുന്നു: ആരായിരുന്നു ഇതിന്റെ യഥാർത്ഥ സൂത്രധാരന്മാർ? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ISIയുമായി എന്തായിരുന്നു ബന്ധം? മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി പത്മശ്രീ RVS മണി ANI പോഡ്കാസ്റ്റിലൂടെ തുറന്നു പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തെയും സുരക്ഷാ ഏജൻസികളെയും പിടിച്ചുകുലുക്കിയ ആ കറുത്ത അധ്യായത്തിന്റെ സത്യങ്ങളാണ്. നമ്മളത് പരിശോധിക്കുന്നത് ഇതാണ്. പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് എന്ന ലഫ്റ്റനന്റ് കേണൽ കേവലം ഒരു സാധാരണ സൈനികനായിരുന്നില്ല. ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമായിരുന്നു അദ്ദേഹം. അസാധാരണ കരിയർ ഗ്രാഫ്. കേവലം 22ാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്ന പുരോഹിത് വെറും 13 വർഷത്തെ സേവനം കൊണ്ട് ലഫ്റ്റനന്റ് കേണൽ പദവിയിലേക്ക് കുതിച്ചെത്തി. അസാധാരണമായ പെർഫോമൻസ് പ്രൊമോഷനുകൾ വഴി സൈന്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലഫ്റ്റനന്റ് കേണലായി അദ്ദേഹം മാറി. ഈ വേഗത തുടർന്നാൽ അദ്ദേഹം നാളെ ഇന്ത്യൻ സൈന്യത്തിന്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആകുമെന്നത് ഉറപ്പായിരുന്നു. കശ്മീരിലെ വീരഗാഥ എന്ന് തന്നെ പറയാം. 2002 മുതൽ 5 വരെയുള്ള കാലഘട്ടത്തിൽ കശ്മീരിലെ ഏറ്റവും അപകടകരമായ ആന്റി ഇൻസർജൻസി ഓപ്പറേഷനുകളുടെ മുൻനിരയിൽ പുരോഹിത് ഉണ്ടായിരുന്നു. അക്കാലത്ത് ഇന്റലിജൻസ് ഡയറക്ടർ ആയിരുന്ന ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന് കീഴിൽ വളരെ തന്ത്രപ്രധാനമായ ദൗത്യങ്ങളാണ് അദ്ദേഹം നിർവഹിച്ചത്. ഭീകരവാദികളുടെ ആശയവിനിമയം നേരിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹം അഡ്വാൻസ്ഡ് അറബിക് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ യഥാർത്ഥ ആശയങ്ങൾ മനസ്സിലാക്കാനും സ്ലീപ്പർ സെല്ലുകളുടെ രഹസ്യ സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യാനും ഈ വിജ്ഞാനം അദ്ദേഹം ഉപയോഗിച്ചു. ഈ അതിബുദ്ധിമാനായ സൈനികർ ചവിട്ടിപ്പിടിച്ചത് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ISIയുടെ ഭാവിയുടെ താക്കോലിന്മേലായിരുന്നു. ഇന്ത്യക്കകത്ത് സ്ലീപ്പർ സെല്ലുകൾ വഴി രാജ്യത്തെ തകർക്കാൻ പ്ലാൻ ചെയ്ത ISIക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയത് കേണൽ പുരോഹിതായിരുന്നു. സിമിയുടെയും ഇന്ത്യൻ മുജാഹിദിന്റെയും വേരെടുത്തു. നിരോധിത സംഘടനയായ സിമി പിന്നീട് കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയെ ചോരയിൽ മുക്കിയ ഇന്ത്യൻ മുജാഹിദീൻ എന്ന ഭീകര സംഘടനകളുടെ ഉള്ളറകളിലേക്ക് തുളച്ചു കയറാൻ പുരോഹിതിന് സാധിച്ചു. കൂടാതെ രാജ്യത്തിനകത്ത് വളർന്നു വരുന്ന ഇസ്ലാമിക ഭീകരതയെക്കുറിച്ചും അവരുടെ താവളങ്ങളെക്കുറിച്ചും കൃത്യമായ തെളിവുകളോടെ പുരോഹിത് നിരന്തരം മിലിറ്ററി ഇന്റലിജൻസിന് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരുന്നു. ഇതോടെയാണ് ISI തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി പുരോഹിതിനെ അടയാളപ്പെടുത്തിയത്. അദ്ദേഹത്തെ കരിയറിൽ നിന്നും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇല്ലാണ്ടാക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. അതിനായി അവർ ഒരു വലിയ ചതുരംഗ പലക തന്നെ ഒരുക്കി. ഇന്ത്യൻ നിയമവ്യവസ്ഥയെക്കുറിച്ച് ഡ്യൂട്ടിയിലുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനെ സിവിൽ പോലീസിന് അത്ര പെട്ടെന്ന് തൊടാൻ കഴിയില്ല. അതിനായി ശക്തമായ നിയമപരിരക്ഷയുണ്ട്. എന്താണ് ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്? സെക്ഷൻ 45. അതായത് ഈ വകുപ്പ് അനുസരിച്ച് സായുധ സേനയിലെ ഒരു ഉദ്യോഗസ്ഥനെ അവരുടെ ഔദ്യോഗിക ചുമതലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആർമി അതോറിറ്റിയുടെയോ വ്യക്തമായ അനുമതി ആവശ്യമാണ്. ലഫ്റ്റനന്റ് കേണൽ പുരോഹിതിന്റെ കാര്യത്തിൽ സംഭവിച്ചത് നിയമവ്യവസ്ഥയെ പൂർണ്ണമായും കാറ്റിൽ പറത്തിയിട്ടുള്ള നടപടികളാണ്. സൈന്യത്തിലെ ഉയർന്ന റാങ്കിലുള്ള ജനറൽ ഓഫീസർ കമാൻഡിംഗ് പുരോഹിതിന്റെ അറസ്റ്റിനെ ശക്തമായി എതിർത്തു. സൈനിക കോടതിയുടെ വിചാരണ ഇല്ലാതെ പോലീസിന് വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിന് തയ്യാറായിരുന്നില്ല. എന്നാൽ സെക്ഷൻ 45 ഒരു പഴുതുണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് പ്രത്യേക അനുമതി നൽകിയാൽ സെക്ഷൻ 45 മറികടക്കാം. അന്ന് കേന്ദ്രഭരണം കൈയാളിയിരുന്ന UPA സർക്കാർ വളരെ വേഗത്തിൽ ഈ പ്രത്യേക അനുമതി പത്രത്തിൽ ഒപ്പുവെച്ച് നൽകി. രാജ്യത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ഒരു മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസിന്റെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ കേന്ദ്ര സർക്കാർ കാണിച്ച തിടുക്കം പല ദുരൂഹതകളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. മുൻ ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥനായ RVS മണി വെളിപ്പെടുത്തുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന സത്യം ഇതാണ്: മലേഗാവ് സ്ഫോടന കേസ് അന്വേഷിച്ച പ്രതികളെ കണ്ടെത്തിയതല്ല, മറിച്ച് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രതിയാക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് അനുസരിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു എന്ന്. മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയുടെ തലവനായിരുന്ന ഹേമന്ത് കർക്കറെ IPS ആണ് അന്ന് കേസ് ഏറ്റെടുത്തത്. കേവലം 9 ദിവസത്തെ അന്വേഷണം കൊണ്ട് അദ്ദേഹം കേണൽ പുരോഹിതിനെയും സാത്വി പ്രഗ്യാ സിംഗ് താക്കൂറിനെയും മേജർ രമേശ് ഉപാധ്യായെയും പ്രതിപട്ടികയിൽ ചേർത്തു. ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി ഹിന്ദു തീവ്രവാദം എന്ന പുതിയൊരു നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ ചില രാഷ്ട്രീയ നേതാക്കൾ അണിയറിൽ ചരട് വലിച്ചു. കോൺഗ്രസ് നേതാക്കളായ ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ളവർ ഈ പദം പൊതുവേദികളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്തിനധികം പറയുന്നു, അക്കാലത്ത് RSS സർസംഘ ചാലകനെ ഈ കേസിൽ കൊടുക്കാൻ പോലും നീക്കങ്ങൾ നടന്നു. ഇതിനായി ഒരു പ്രത്യേക മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം നാഗ്പൂരിലെ RSS ആസ്ഥാനം വരെ എത്തുകയും ചെയ്തിരുന്നു.
അങ്ങനെയാണ് RVS മണി ഈ പോഡ്കാസ്റ്റിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു തീവ്രവാദിയോട് പോലും ചെയ്യാൻ മടിക്കുന്ന ക്രൂരതകളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനമായിരുന്ന ലഫ്റ്റനന്റ് കേണൽ പുരോഹിതനും സാധ്വി പ്രഖ്യയും നേരിട്ടത്. ശാരീരിക പീഡനങ്ങൾ മറ്റാരെങ്കിലും ആയിരുന്നു ആ കസ്റ്റഡി മർദ്ദനങ്ങൾ നേരിട്ടിരുന്നുവെങ്കിൽ ജീവനോടെ അവശേഷിക്കില്ലായിരുന്നു. ഇങ്ങനെയാണ് മണി പറയുന്നത്. അതിക്രൂരമായ മൂന്നാം മുറകളാണ് പുരോഹിതന് നേരെ പ്രയോഗിച്ചത്. ചെയ്യാത്ത കുറ്റം സമ്മതിക്കാനായിരുന്നു ഈ പീഡനം. സാധ്വി പ്രഖ്യ ഒരു യോഗിനി ആയതുകൊണ്ട് മാത്രമാണ് ആ മാനസിക ശാരീരിക പീഡനങ്ങളെ അതിജീവിച്ചത്. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായ ശേഷം പുരോഹിതനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കുറ്റപ്പെടുത്തലിനും അദ്ദേഹം മുതിർന്നില്ല. ഞാൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കൂ, ഞാൻ ഉത്തരം പറയാം. ഇതായിരുന്നു ആ ധീര സൈനികന്റെ മറുപടി. അദ്ദേഹത്തിന്റെ നെഞ്ചിലെ ദേശസ്നേഹം അത്രമേൽ ദൃഢമായിരുന്നു. ലഫ്റ്റനന്റ് കേണൽ പുരോഹിത് എന്ന കേസ് കേവലം ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല, മറിച്ച് സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഒരു രാജ്യത്തിന്റെ സുരക്ഷാ വ്യവസ്ഥയെയും സൈനികരെയും എങ്ങനെ ബലിയാടാക്കാം എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ്. ISI ലിങ്ക് അന്വേഷിക്കണം. അന്ന് ഭരണത്തിലിരുന്നവർക്ക് പാകിസ്ഥാൻ ISIയുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു എന്ന് അന്വേഷിക്കാൻ ഇന്നത്തെ NDA സർക്കാരിന് ബാധ്യതയുണ്ട്. അതിന്റെ പേരിൽ രാഷ്ട്രീയ പകപോക്കൽ എന്ന ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നാൽ പോലും രാജ്യം സത്യം അറിയേണ്ടതാണ്. ഈ നാടിന്റെ വംശപരമ്പരയുടെ നട്ടെല്ല് വളയ്ക്കാൻ ശ്രമിച്ചവർക്ക് തെറ്റിപ്പോയി. എത്ര ക്രൂരമായ പീഡനങ്ങൾ ഏറ്റിട്ടും ഒരു തെറ്റും ചെയ്യാത്ത ആ ധീരൻ സത്യത്തിന് വേണ്ടി ഉറച്ചു നിന്നു. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ക്രൂശിച്ചതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.